എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ബാലേന്ദ്രനോട് വൈഫിനെ കണ്ടില്ലേ, എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ നന്നായി ഇരിക്കുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ വേണമെങ്കിൽ ഡിസ്ചാർജിന് എഴുതാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹോം നേഴ്സൊക്കെ ഉണ്ടല്ലോ, ഞാൻ പേഷ്യൻറ്റിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോവേ. പിന്നീട് വൈജയന്തിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. വൈജയന്തിയുടെ റിപ്പോർട്ടുകളെല്ലാം നോക്കിയിട്ട് എല്ലാം ഓക്കെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്, ഡിസ്ചാർജിന് എഴുതട്ടെ എന്ന് ചോദിക്കുകയെ. അപ്പോൾ വൈജയന്തി പറയാണ്, എനിക്ക് ഇന്നലെ രാത്രി നല്ല പെയിൻ ഉണ്ടായിരുന്നു നട്ടെല്ലിനൊക്കെ, എനിക്ക് ഉടനെ ഡിസ്ചാർജ് ഒന്നും വേണ്ട, എനിക്ക് അത്ര കോൺഫിഡൻസ് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി ഡോക്ടറോട് പറയുന്ന സമയത്ത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ ആദ്യം ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് പറയുന്നത്, എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, ഒട്ടും പറ്റിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറയും, എന്നാൽ പിന്നെ ഒരു സ്കാനിനൊക്കെ എഴുതാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എല്ലാം ഓക്കെ ആയിട്ട് പോയാൽ മതി, റിലാക്സ് ചെയ്തോളൂ, ഞാൻ നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനും സുലോചനയും സംസാരിക്കുകയാണ്. രോഹിത് ഈ വർഷം ഡിഗ്രി കഴിയും, പിന്നെ ജോലിക്ക് കയറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുലോചനയുടെ മകളുടെ കാര്യം ഒക്കെ സുലോചന ബാലേന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ. നഴ്സിങ്ങിന് വിടണം, അവൾക്ക് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ഉണ്ടോ എന്ന് ഇങ്ങനെ ഡോക്ടറോട് ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ വൈഫിന് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇന്നലെ ഒക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ ഡോക്ടർ തന്നെ അല്ലേ വേറെ കുഴപ്പമൊന്നുമില്ല, ഇന്ന് ഡിസ്ചാർജ് ചെയ്താന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് വൈഫ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അപ്പോൾ ഞാൻ ഇങ്ങനെ സ്കാനൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല, പേഷ്യൻറ്റിൻ്റെ തൃപ്തിയാണല്ലോ നമുക്ക് വലുത്, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ എന്ന് പറയട്ടെ. അപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോവേ. അപ്പോൾ സുലോചനയ്ക്ക് ബാലേന്ദ്രനും കാര്യം മനസ്സിലായല്ലോ, അതുകൊണ്ട് തന്നെ അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കാനാന്നൊക്കെ സുലോചന പറയും. അപ്പോൾ എന്തായാലും അവൾ തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയും. അപ്പോൾ സുലോചന ചോദിക്കും, ഞാൻ നിൽക്കണോ പോകണോന്ന്, ഇവിടെ നിന്നിട്ട് എന്തിനാ, ഞാനും ടൗണിലേക്കാണ്, നമുക്ക് ഒരുമിച്ച് പോവാം, നീ പറഞ്ഞിട്ട് വാന്ന് പറഞ്ഞ് സുലോചനേനെ അവിടുന്ന് പറഞ്ഞയക്കുക. പിന്നീട് അലീനനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്ന് ഡിസ്ചാർജ് ഇല്ല, അതുപോലെ തന്നെ രോഹിത് അങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ബാക്കി വീട്ടിൽ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് സുലോചന പുറത്തേക്ക് വരുമ്പോൾ ഞാൻ വൈജയനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അകത്തേക്ക് കയറും. എന്നിട്ട് വൈജയനോട് പറയുന്നുണ്ട്, കൊള്ളാം, ഇവിടെ തന്നെ തുടരാനുള്ള നിന്റെ തീരുമാനം എന്തായാലും നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വൈജയന്തി പറയാണ്, എന്നെ ഈസി ആയിട്ട് കടപ്പാട്ടൂരിലേക്ക് കടത്തി കൊണ്ടുപോകാമെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും, അങ്ങനെ ഞാനിങ്ങനെ വൈജയന്തി കൈയും കാലും കൊണ്ടും അല്ല തീരുമാനം എടുക്കുന്നത്, തല കൊണ്ടാണ്, ആ തലയ്ക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഓ നല്ല തലയാണല്ലോ, ചത്ത് കഴിയുമ്പോൾ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിന് കൊടുത്തേക്കണം, അസാമാന്യ ബുദ്ധിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെപ്പോലെ അല്പബുദ്ധിയല്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് വൈജയന്തി പറയും, ഞാനിങ്ങനെ നെടുമ്പുരയ്ക്കൽ ഇങ്ങനെ ചെറ്റക്കുടിലല്ല ജനിച്ചത്, നല്ല ഒന്നാം തരം മാളിക വീട്ടിലാണ് വൈജയന്തി ജനിച്ചത്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തു നിന്നിരുന്ന ആളല്ല എൻ്റെ അച്ഛൻ കുഞ്ഞിരാമ മേനോന്, നല്ല പ്രമാണിയായിട്ട് തന്നെയാണ് ആയ കാലം മുഴുവൻ ജീവിച്ചത് എന്നൊക്കെ അങ്ങ് പറയൂ കേട്ടോ. പിന്നെ വൈജയന്തി ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വൈജയന്തി എന്ന പദത്തിന്റെ അർത്ഥം അറിയുമോന്ന്, ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ശബ്ദതാരാവലി എടുത്ത് നോക്കിക്കോണം എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ശബ്ദതാരാവലി എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്റെ മുഖത്തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്, എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നവൾ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് പറയും, അഹന്തയുടെ ആൾരൂപമാണ്, എല്ലാം കൂടെ ചേർത്ത് ഒരു സർവ്വനാമം കൂടെ അങ്ങ് പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു മോശപ്പെട്ട വാക്ക് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വാക്ക് എന്താ മനസ്സിലായില്ല, മോശപ്പെട്ട വാക്കാണെന്ന് തോന്നുന്നുണ്ട്. അത് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാട്ടോ അവിടെ നിന്ന് അങ്ങ് പോകുന്നത് ബാലേന്ദ്രൻ. പിന്നീട് ഹരിയേനെയും ശരണ്യേനെയാണ് കാണിക്കുന്നത്. റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് കേട്ടോ അവർ പോകുന്നത്. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, ഇതേതാ സ്ഥലം, എങ്ങോട്ടേക്ക് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ അടുത്തൊന്നും വീടൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംശയങ്ങളാണ് കേട്ടോ ശരണ്യക്ക്. അപ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു, ഇതെല്ലാം അവൻ്റെ തന്നെയാണ്, കണ്ടില്ലേ അപ്പുറം ഇപ്പുറമൊക്കെ റബ്ബർ തോട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കോടീശ്വരനായ ആളെ എന്തിനാ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്ന് വീട് വെച്ച് താമസിക്കുന്നതെന്നൊക്കെ ഹരി ചോദിക്കുന്നുണ്ട്. ഹരിയല്ല, ശരണ്യ ഹരിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഹരി ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് എൻ്റെ വീട് ഇഷ്ടപ്പെട്ടോന്ന്. അപ്പോൾ ശരണ്യ പറയും, ഹരിയേട്ടൻ്റെ വീട് വലിയ ബംഗ്ലാവ് അല്ലേ എന്ന്. അപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ആയിരിക്കും താമസിക്കാൻ പോവാന്ന് പറയുമ്പോൾ അത്രയും വലിയ വീട് ഞാൻ നോക്കണോ എന്നൊക്കെ ശരണ്യ ചോദിക്കുന്നുണ്ട്. അതെ, നീ തന്നെ നോക്കണം, എൻ്റെ അമ്മ അപ്പം നോക്കുന്നില്ലേ, അതുപോലെ നോക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ ഗ്യാങ്ങിലുള്ള ഒരുത്തൻ ഹരിനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പറയും, ഞങ്ങളിവിടെ 1 ഹവറായി വന്നിട്ട്, നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി വേണമെങ്കിൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറയൂ കേട്ടോ, കേക്ക് കട്ട് ചെയ്യുന്നത് ഞങ്ങൾ എത്തിയിട്ട് മതി എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഫുഡിൻ്റെ കാര്യവും എല്ലാം സെറ്റാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസോ ബിരിയാണിയോ എന്തൊക്കെയുണ്ട് കേട്ടോ, അങ്ങനെ കുറേ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ പറഞ്ഞ് പിന്നെ കോള് കട്ട് ചെയ്യേ, എന്തായാലും അവർ വരാറായി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് രോഹിത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ എന്താ കല്യാണം ഉണ്ടോ, ഇത്രയും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആര് സ്പോൺസർ ചെയ്താന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെയാണ് അതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ എന്താ കല്യാണം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ശരണ്യയുടെ കല്യാണമാണ്, അവളെ നമ്മൾ 4 പേരും കൂടെ അങ്ങ് കിട്ടും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ രോഹിതിന് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ആദ്യം നീ തന്നെ അങ്ങ് കെട്ടിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് രോഹിത് പറയും കേട്ടോ. അപ്പോഴേക്കും ശരണ്യയും ഹരിയും കൂടെ ആ വീട്ടിലെത്തും. അപ്പോൾ ആ വീട് കാണുമ്പോൾ തന്നെ ശരണ്യയ്ക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണോ കോടീശ്വരൻ്റെ വീട് എന്ന് ചോദിക്കുമ്പോൾ എന്താ നിന്റെ കാഴ്ചയ്ക്ക് ഈ വീട് പോരെ എന്നൊക്കെയാട്ടോ ചോദിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് വലിയ ബംഗ്ലാവ് ആയിരിക്കും എന്നൊക്കെയാണ് കേട്ടോ ശരണ്യ പറയുന്നത്. എന്തായാലും എന്നിട്ട് ശരണ്യ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇവിടെയൊന്നും ആരും കാണുന്നില്ലല്ലോ എന്നപ്പോഴേക്കും ഹരി കോള എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഒരു കവിള് കുടിച്ചോ എന്ന് പറയുമ്പോൾ ശരണ്യ പറയും എനിക്ക് വേണ്ട, എനിക്കതൊന്നും ഇഷ്ടമല്ല, വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. മിനറൽ വാട്ടർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഹരി വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശരണ്യനോട് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് കുടിക്കണ്ട, ഇവിടുന്ന് ഫുഡ് കഴിക്കണ്ടേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരണ്യ പറയും സ്ട്രേഞ്ചേഴ്സിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിക്കരുത് എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ നിനക്ക് സ്ട്രേഞ്ചറാണോ, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ എന്നൊക്കെയാണ് കേട്ടോ ഹരി ചോദിക്കുന്നത്. ഞാൻ ഈ വീട്ടിലെ കാര്യമാണ്, എനിക്ക് ഇവിടുന്ന് ഫുഡൊന്നും വേണ്ട കേട്ടോ എന്ന് ശരണ്യ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി ശരണ്യനോട് പറയും എപ്പോഴും ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ അവിശ്വസിക്കരുത്, പണി കിട്ടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അവിടെ അടുക്കളയിൽ നിന്നിട്ട് തന്നെ അവർ ശരണ്യയും ഹരിയും കൂടെ വന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിലൊരുത്തനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവരെത്തി, ഇനിയിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ അവരുടെ അടുത്തേക്ക് ഇറങ്ങി പോകണം, എല്ലാവരും കൂടെ അങ്ങോട്ട് പോകണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രോഹിത്തിനോട് പോകാൻ പറയുമ്പോൾ വേണ്ടാന്നാണ് കേട്ടോ രോഹിത് പറയുന്നത്, അത് ശരിയാവില്ല എന്ന് പറയും. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലും. അപ്പോൾ എന്താ ഇവിടെ ഇരിക്കുന്നത്, ഇറങ്ങി വാ, കേക്ക് കട്ട് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവരെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിക്കും കേട്ടോ. അപ്പോൾ ശരണ്യനോടും ഹരി ഇറങ്ങാനായിട്ട് പറയുന്നുണ്ടായിരുന്നേ. ശരണ്യയ്ക്കാണെങ്കിലും നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്നിട്ട് ശരണ്യനെ നോക്കിയിട്ട് അവിടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഒരുത്തനാണെങ്കിലും രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു നല്ല സുന്ദരി കൊച്ചാണ്, എന്താ എന്താ ഒരു ബ്യൂട്ടി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു എനിക്കറിയാം, ഞാൻ അവളെ കണ്ടിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. പക്ഷെ അതുകൊണ്ട് തന്നെ രോഹിതിന് ഭയങ്കര ടെൻഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബീറൊക്കെ എടുത്ത് കുടിക്കുകയാണ്. അപ്പം നീ ഇതിപ്പോൾ തന്നെ തീർക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ടെൻഷൻ കൊണ്ടാണെന്ന് രോഹിത് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരണ്യനെയും കൊണ്ട് അവരകത്തേക്ക് അങ്ങ് കയറുക. അപ്പോൾ എല്ലാവരും അങ്ങ് ഫ്രണ്ടിലേക്ക് ചെന്ന് കയറി നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി ചെന്ന ആ ചെക്കൻ മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കിയുള്ളവർ ആരും ഇങ്ങനെ ശരണ്യനെ അടുത്തേക്ക് മുന്നിലേക്ക് ചെന്ന് നിൽക്കുന്നില്ല. ശരണ്യ അവരാരെയും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ശരണ്യയ്ക്കാണെങ്കിലും എന്തോ വല്ലാതെ തൊണ്ട വരലെന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം വേണമെന്ന് ചോദിക്കും ഹരി. അപ്പോൾ വെള്ളം ഞാൻ എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഹരി ആണെങ്കിൽ അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോഴേക്കും ശരണ്യയ്ക്കാണെങ്കിൽ എന്തോ തല കറങ്ങാനും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. വെള്ളത്തിലെന്തോ മയക്കുമരുന്ന് എന്തോ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരണ്യയ്ക്ക് പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹരിയാണെങ്കിലും പിടിച്ച് അവിടെ ഇരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഹരി വീടിൻ്റെ ഡോറെല്ലാം ഇങ്ങനെ അകത്തുനിന്ന് ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശരണ്യനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ക്ഷീണം തോന്നുന്നുണ്ടോയെന്ന്. അപ്പോൾ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ റൂമിൽ പോയി കിടക്കാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട, ഇവിടെ ഇരുന്നാൽ മതി, ഹരിയേട്ടൻ്റെ കൂടെ തന്നെ ഇരിക്കണേ എന്നൊക്കെ ശരണ്യ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ അതിൻ്റെ ഇടയിൽ ശരണ്യ പറയുന്ന സമയത്ത് എല്ലാവരും മുകളിലാണ്, ഇപ്പോൾ വരും എന്നൊക്കെയാണ് കേട്ടോ ഹരി ശരണ്യനോട് പറയുന്നത്. ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് റൂമിൽ പോയിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ശരണ്യനെ പിന്നെ മെല്ലെ അവിടെ നിന്ന് അങ്ങ് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇവരിതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. രോഹിതിന് മാത്രം നല്ല ടെൻഷനാണ് കേട്ടോ. ശരണ്യാണെങ്കിലും പാതി മയക്കത്തിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹരി അവളെ അവിടെ നിന്ന് സോഫയിൽ നിന്ന് എണീപ്പിച്ചിട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോഴും ശരണ്യ ചോദിക്കുന്നുണ്ട് എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യനെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുമ്പോഴും മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് എല്ലാം സെറ്റായി എന്നുള്ള രീതിയിലുള്ളൊരു നോട്ടൊക്കെ ഹരി നോക്കുന്നുണ്ട്. രോഹിതിനാണ് കേട്ടോ ഭയങ്കര ടെൻഷൻ. അത് നല്ലോണം രോഹിതിൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. എന്തായാലും ഹരി ശരണ്യനെ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ആ ബെഡിലേക്ക് കിടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു രോഹിത് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ, കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പലീനെ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടെൻഷനോടുകൂടി തന്നെയാണ് രോഹിത് വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ കൃഷ്ണമോളും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ രോഹിതിൻ്റെ വരവ് അത്ര ശരിയല്ല എന്ന് തോന്നിയോണ്ട് തന്നെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് രോഹിതൻ ഇന്നും കുടിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ കുടിച്ചു എന്ന് തന്നെ രോഹിത് പറയുന്നുണ്ട് കേട്ടോ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോളോടും ദേഷ്യപ്പെടുന്നുണ്ട് രോഹിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചത്.